ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ചകിരിച്ചോറിൻ്റെ ഉപയോഗക്രമങ്ങളെക്കുറിച്ച് കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അറിയുമായിരിക്കും. എന്നാലും പുതിയതായി കൃഷിയിലേക്ക് വരുന്ന ചിലർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയണമെന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കാണാം. ആദ്യമായി നമുക്ക് ചകിരിച്ചോറ് എന്താണെന്ന് നോക്കാം. ഇതിപ്പോൾ തേങ്ങ പൊതിച്ച് കിട്ടിയ തൊണ്ടാണ്. ഇത് ഞാൻ കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അങ്ങനെയാണ് നമ്മൾ സാധാരണ വീട്ടിൽ ചകിരിച്ചോറ് എടുക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളത്തിൽ ഒരു 10-15 ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ പുളിപ്പൊക്കെ മാറിയതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചകിരിച്ചോറ് എടുക്കുന്നത്. അപ്പോൾ ചകിരിച്ചോറ് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ ഈ ചകിരി പിച്ചി എടുക്കുന്ന സമയത്ത് ഈ നാരുകളുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പൊടികൾ ഇതിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ നാരിൻ്റെ മേലെ കാണുന്ന ഈ പൊടികൾ, ഈ നാരുകൾക്ക് പുറമെ ഇതിൻ്റെ മേലെ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന വെയിറ്റ് ഇല്ലാത്തൊരു ഈ പൊടിയുണ്ട്. ഈ പൊടിയാണ് കണ്ടില്ലേ, ഇതാണ് നമ്മൾ ചകിരിച്ചോറ് എന്ന് പറയുന്ന സാധനം. കണ്ടില്ലേ, ഇതാണ് ചകിരിച്ചോറ്. ഇത് നമ്മൾ വെള്ളത്തിൽ കഴുകി അതിൻ്റെ പുളിപ്പൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മളിത് ചെടിയിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇത് ചെടികൾക്ക് ദോഷകരമായ കാര്യമാണ് ഇതിൽ ഈ രൂപത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ബ്ലോക്കായിട്ട് കിട്ടുന്ന ചകിരിച്ചോറിന് നോക്കാം. ഇതുപോലെ ഇതിപ്പോൾ 5 കിലോൻ്റെ ഒരു ബ്ലോക്കാണ്. തേങ്ങ പൊതിച്ച് കിട്ടുന്ന ചകിരി കുറേ കാലം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം അതിലുള്ള നാരുകൾ വിവിധ ഇനം ചകിരി ഉൽപ്പന്നങ്ങൾക്ക് എടുത്തതിന് ശേഷം വരുന്ന പൊടിയുണ്ടല്ലോ ഞാൻ നേരത്തെ കാണിച്ചത്, അത് ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് കൃഷി ആവശ്യത്തിന് അനുയോജ്യമായ രീതിയിൽ ആക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ കട്ടകളായിട്ട് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ 700 ഗ്രാമിൻ്റെതും 1/2 കിലോൻ്റെത് അതുപോലെ വിവിധ വെയ്റ്റിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് പുറത്ത് വെച്ചത് കൊണ്ട് കുറച്ചൊരു നനവ് തട്ടിയത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ആയത്. ഇനി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചകിരി കമ്പോസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് ചകിരി കമ്പോസ്റ്റ്, കണ്ടില്ലേ. ഇത് പ്രോസസ്സ് ചെയ്ത് നല്ലൊരു വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്, വളമായി ഉപയോഗിക്കത്തക്ക രീതിയിൽ. കണ്ടില്ലേ, ഇത് നമുക്ക് വിത്തുകൾ പാകി മുളപ്പിക്കാനൊക്കെ വളരെ നല്ലതാണിത്. ഇത് നല്ലൊരു വളമാണ്. നേരത്തെ ബ്ലോക്കായിട്ട് കാണിച്ചത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, മണ്ണ് കണ്ടീഷൻ ചെയ്യാൻ മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ. ഈ ചകിരി കമ്പോസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ബ്ലോക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കംപ്രസ് ചെയ്തിട്ടാണ് കിട്ടുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു 5 ഇരട്ടിയോളം വെള്ളം ഇത് അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവ് ഇതിനുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെയിറ്റിൻ്റെ ഈ ഒരു 5 കിലോൻ്റെ വെയിറ്റിൽ ഏകദേശം ഒരു 20 ലിറ്ററോളം വെള്ളം നമുക്ക് ഇതിലോട്ടേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിത് വലിയൊരു ബക്കറ്റിലോട്ടേക്ക് ഇടാം. ഇതിലിപ്പോൾ നമുക്കൊരു 10 ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. 6 ഇരട്ടി മുതൽ 8 ഇരട്ടി വരെ ഇതിന് വെള്ളം അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതായത് ഇതിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ, ഈ ചകിരിച്ചോറിൻ്റെ വെയിറ്റിനേക്കാളും ഒരു 6 ഇരട്ടി മുതൽ 8 ഇരട്ടി വരെ വെള്ളം അബ്സോർബ് ചെയ്ത് നിർത്താനുള്ളൊരു കഴിവ് ഈ ചകിരിച്ചോറിനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വേനൽക്കാലത്തൊക്കെ വെള്ളത്തിനൊക്കെ ക്ഷാമം വരുന്ന സമയത്ത് ഈ ചകിരിച്ചോറ് ഉപയോഗിച്ചിട്ട് നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ, മണ്ണിൽ മിക്സ് ചെയ്തിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളം കുറച്ചേ വേണ്ടു. പുറത്ത് വെച്ചിട്ട് കുറച്ച് മഴ തട്ടിയത് കൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത്, അല്ലെങ്കിൽ നല്ല ഹാർഡായിട്ട് ഉണ്ടാവും. ഇത് നമ്മൾ നാളെയാണ് ഇത് നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കുന്നതെങ്കിൽ ഇന്ന് നമ്മളിത് ഇതുപോലെ വെള്ളം സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇതിപ്പോൾ നമ്മളൊരു 1/4 മണിക്കൂർ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ശരിയാകും. അതിന് ശേഷം കാണിച്ചു തരാം. ഞാൻ ഇതിൽ 20 ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/4 മണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് ഇത് ഈ രൂപത്തിൽ എനിക്ക് ശരിയായി കിട്ടിയിട്ടുണ്ട്. കണ്ട, നല്ലോണം വാട്ടർ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. കണ്ട, ഇതാ പിഴിയുമ്പം കണ്ട വെള്ളം
ഇതാണ് നന്നായിട്ട് വാട്ടർ അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാര്യം. ഇനി വെള്ളത്തിൽ വീണ്ടും കഴുകി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കൃഷി യോഗ്യമായ രീതിയിലാണ് ഇത് നമ്മൾ പ്രോസസ്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളിത് കഴുകി പിഴിഞ്ഞിട്ടൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ രൂപത്തിൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ മണ്ണിൽ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നല്ല വായു സഞ്ചാരത്തിനും പിന്നെ വേരുകളൊക്കെ പെട്ടെന്ന് പിടിച്ചു കിട്ടാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ വിത്തുകൾ പാകുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിത്തുകൾ മുളച്ചിട്ട് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മളിത് ഗ്രോ ബാഗിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ, അതായത് ഒരു 40% നമ്മൾ മണ്ണെടുത്തിട്ടുണ്ട്. ഇത് മണ്ണാണ്. പിന്നെ ഒരു 30%ഓളം നമുക്ക് ഉണക്കച്ചാണകം എടുത്തിട്ടുണ്ട്. 30%. ഇതിൻ്റെ കൂടെ ഇതിൽ ഞാൻ വേപ്പും പിണ്ണാക്കും കൂടി ചേർക്കുവാണ് ഈ മണ്ണിൽ. അപ്പോൾ ഞാൻ കുറച്ച് വേപ്പും പിണ്ണാക്കും കൂടി ഈ മണ്ണിൽ ചേർക്കുന്നുണ്ട്. ഇത് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണാണ്. ഈ കാണുന്ന മണ്ണ് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണാണ്. അതിൽ കുറച്ച് വേപ്പും പിണ്ണാക്കും ഒരു പിടി അത്രേ വേണ്ടൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചാണകം. നമുക്ക് ചാണകമോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടോ കോഴിക്കാഷ്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ചകിരിച്ചോറ് നമുക്ക് വേണമെങ്കിൽ 50% ചകിരിച്ചോറും 50% മണ്ണും എടുത്തിട്ട് നമുക്ക് ഗ്രോ ബാഗിൽ നിറക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഗ്രോ ബാഗിൽ ചകിരിച്ചോറ് മാത്രം ഇട്ടിട്ടും കൃഷി ചെയ്യാം. വളം ആഴ്ചയിൽ 2 തവണ ചേർത്ത് കൊടുക്കണം എന്നുള്ള കാര്യമേ ഉള്ളൂ. മണ്ണിൽ നിന്നുള്ള ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ വളം ആഴ്ചയിൽ 2 തവണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഗ്രോ ബാഗിൽ നിറയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് കുറച്ച് പച്ചിലയും കരിയിലയും മിക്സ് ചെയ്തെടുത്തതാണ്. ഇതാണ് ഞാൻ ഫസ്റ്റ് ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞാൽ നല്ല വളമായിട്ട് മാറും. അതായത് ഇത് കാർബണാണ്, കരിയില കാർബണും ഈ പച്ചില നൈട്രജനുമാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ മിക്സ് ചെയ്ത മണ്ണ് 40% മണ്ണ്, 30% കൊക്കോ പീറ്റ് അതായത് ചകിരിച്ചോറ്, പിന്നെ 30% വളവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ഈ ഗ്രോ ബാഗിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ടെറസ് കൃഷിയിൽ നമ്മൾ കൂടുതൽ മണ്ണ് ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യുന്നത് കാണുന്നില്ല. കാരണം അത് കൂടുതൽ ഗ്രോ ബാഗിൻ്റെ വെയിറ്റ് നമ്മൾ സാധാരണ മണ്ണ് കൂടുതലെടുത്തിട്ട് ചെയ്യുന്ന ഒരു 10-15 കിലോ വെയിറ്റ് വരും. അപ്പോൾ ആ വെയിറ്റിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മൾ കൂടുതലും മണ്ണ് കുറച്ചിട്ട് ചകിരിച്ചോറ് അതായത് കൊക്കോ പീറ്റ് കൂടുതലെടുത്തിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഇതൊക്കെ എടുത്തത് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണ്, 15 ദിവസം മുന്നേ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണ്, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ്. നമുക്ക് എല്ലുപൊടി വേണമെങ്കിൽ എല്ലുപൊടിയും നമുക്ക് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. കുറച്ച് എല്ലുപൊടിയും കൂടി എടുക്കാം. ഇതിലോട്ട് ഞാൻ കുറച്ച് എല്ലുപൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെടികൾ ഇപ്പോൾ തക്കാളിത്തൈയൊക്കെ നട്ട് കൊടുക്കുന്ന സമയത്ത്, തക്കാളിത്തൈ, വെണ്ടത്തൈ ഇതൊക്കെ നട്ട് കൊടുക്കുന്ന സമയത്ത്, വഴുതനങ്ങത്തൈ ഇതെല്ലാം നട്ട് കൊടുക്കുന്ന സമയത്ത് ഈ എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അടിവളമായി. പിന്നെ ഒരു മാസത്തിന് ശേഷമേ നമ്മൾ വളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഗ്രോ ബാഗിൽ നിറച്ചിട്ട് കാണിച്ചു തരാം. ഗ്രോ ബാഗിൽ ഈ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രോ ബാഗിൽ നിറക്കുന്ന സമയത്ത് ഇതുപോലെ മുഷ്ടി ചുരുട്ടിയിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പാക്കി എടുക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ ഉണ്ടാകണം. ഈ റൗണ്ട് ഷേപ്പ് ആക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു ഭാഗത്തോട്ട് അങ്ങ് ഒഴുകിപ്പോകും. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വളവും വെള്ളമെല്ലാം ഒഴുകിപ്പോകാൻ ഇടയാകും. പ്രത്യേകിച്ച് ഇതിനൊക്കെ ഹോൾസ് എല്ലാം ഉള്ളതല്ലേ. അപ്പോൾ നമുക്കൊരു ചെടി നടാൻ അത് ഇത്രയും മണ്ണിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു മുളക് തൈ ഇതിലോട്ട് നടാം. ഞാനിതിലോട്ടൊരു മുളക് തൈ നട്ടു കൊടുക്കുകയാണ്. കൈ കൊണ്ടൊരു കുഴി കുഴിച്ചിട്ട്
ഈ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം പിടിച്ചു നിർത്തുന്നത് പോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളവും ആഗിരണം ചെയ്ത് പിടിച്ചു നിർത്തി ആവശ്യാനുസരണം ചെടികൾക്ക് നൽകുവാനുള്ളൊരു കഴിവ് ഈ ചകിരിച്ചോറിനുണ്ട്. ചകിരിച്ചോറിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം കാർബണാണ്. നൈട്രജൻ്റെ അളവ് വളരെ തുച്ഛമായ രീതിയിൽ മാത്രമേ ഇതിന് ഉള്ളൂ. ഇത് പ്രോസസ്സ് ചെയ്യാതെ കിട്ടുന്ന ചകിരിച്ചോറ് നമുക്ക് തെങ്ങിനൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. സാധാരണ ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല. പിന്നെ ഈ ചകിരിച്ചോറ് നമ്മൾ പൊതയിടാനും ഒക്കെ വളരെ നല്ലൊരു സാധനമാണ്. ജറബറ പോലുള്ള ചെടികൾക്ക് നമ്മൾ ഇത് കൂടുതൽ അളവിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നല്ലൊരു ഇളക്കമുള്ള മണ്ണാണ് ജറബറക്കൊക്കെ വേണ്ടത്. അപ്പോൾ അതിന് കൂടുതൽ ചെടികൾ അതിന് കിളിർത്ത് വരാനും ഒക്കെ നമ്മൾ ഇതുപോലുള്ള ഇളക്കമുള്ള ഈ ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അടീനിയത്തിന് അടീനിയത്തിന് ചകിരിച്ചോറും ചാണകവും മാത്രം ഇട്ടിട്ട് നമ്മൾ വെച്ച് പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം നനച്ചു കൊടുത്താൽ മതിയാവും. ചെടികൾക്ക് ചകിരിച്ചോറ് കൂടുതലായിട്ട്, അതായത് ഒരു 60% ഒക്കെ ചകിരിച്ചോറ് ചേർത്ത് കഴിഞ്ഞാൽ ചില ചെടികൾക്ക് അത് ശരിയാവില്ല. കാരണം അത് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ വളവും വെള്ളവും വലിച്ചെടുക്കുന്ന ആ ഒരു സ്വഭാവം ഇതിനുള്ളത് കൊണ്ട് തന്നെ ഈ ചെടികളിലുള്ള വളവും കൂടി വലിച്ചെടുക്കാനുള്ള ഒരു പ്രവണതയുണ്ട് ഇതിന്. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ചില ചെടികളൊക്കെ കൂടുതൽ അളവിൽ ചേർത്ത് കഴിഞ്ഞാൽ വേര് ചീഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ പ്രോസസ്സ് ചെയ്യാതെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മൾ വീട്ടിലുള്ള ചകിരിയൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ലിഗ്നിൻ, സെല്ലുലോസ് ചെടികൾക്ക് വളരെ ദോഷം ചെയ്യും. അതുകൊണ്ടാണ് കഴുകിയതിന് ശേഷം മാത്രം കുറേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ചെടികൾക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലും മാത്രമല്ല നമ്മൾ ഈ കോക്കോ പീറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അധികം ഈ തറഞ്ഞു പോകുന്നത് ഇങ്ങനെ ഉറച്ച മണ്ണിലൊക്കെ നമുക്ക് വേരോട്ടം നമുക്ക് മനസ്സിലാകും, മണ്ണിന് അത്ര ഗുണം പോരാന്ന്. ഒരു വേരോടാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കുഴികൾ എടുത്തിട്ട് അതിലോട്ടേക്ക് വളങ്ങളൊക്കെ ചേർന്ന് അടിവളമൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കോക്കോ പീറ്റ് ചേർത്തിട്ട് നമുക്ക് നടാവുന്നതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഈ ചകിരിച്ചോറിന് പകരം ആറ്റുമണലാണ് ചേർത്ത് കൊടുക്കാറ്. ഇപ്പോൾ അതൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും കാരണം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് പലതും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്രദമാകും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണോ അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.